ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. അഭിഷേകിന്റെ നിർബന്ധത്തെ തുടർന്ന് 1-2 ചെറിയ വേദികളിൽ ആർച്ച സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു. സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ ആയതുകൊണ്ട് സംഭവം എന്തായാലും കളറായി. അതിനിടയിൽ ആർച്ചയ്ക്ക് ഫൈനൽ സെമസ്റ്റർ എക്സാം തുടങ്ങി. കീർത്തിയുടെ യുവ എക്സാമിന് ശേഷമാണെന്ന് ക്ലാസ്സിലെ കുട്ടികളുടെ സംസാരത്തിലൂടെ അവൾ അറിഞ്ഞു. അവസാനത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഫെയർവെൽ പാർട്ടി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കീർത്തി അവളുടെ അടുത്തേക്ക് വന്നത്. ആർച്ചയുടെ നേരെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നീട്ടിയവൾ. വിവാഹമാണ്, വരണം. ആർച്ച ഒന്ന് തുറന്നു നോക്കി. ഈ വിവാഹത്തിന് ഞാൻ തീർച്ചയായിട്ടും വരും. കുറച്ചുനാൾ മുമ്പ് വരെ സ്വന്തം വിവാഹത്തിന് ഞാൻ വേണമെല്ലാം ചെയ്തു കൊടുത്ത് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാത്തിനും പുതിയ ആൾക്കാരുണ്ടല്ലോ, പുതിയ കൂട്ടുകാർ, പുതിയ ബന്ധങ്ങൾ. കീർത്തിയുടെ മുഖം കുനിഞ്ഞു. അതൊക്കെ പോട്ടെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ആർച്ച നേരത്തെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളെ മറികടന്നു പോയി. വേണ്ടായിരുന്നു ആരും, ഒന്നുമില്ലെങ്കിൽ അവളുടെ വിവാഹമല്ലേ, അതിനിടയിൽ ഇങ്ങനൊരു വിഷമം. വിവേക് പതിയെ പറഞ്ഞു. ആർച്ച തിരിഞ്ഞെന്ന് അവനെ നോക്കും. അതെ, ഇതേപോലെ ഇവളുടെ ഏട്ടനും കൂടി ഞങ്ങൾക്കുണ്ടാകുന്ന കൊച്ചുങ്ങൾക്ക് പേര് വരെ കണ്ടുപിടിച്ചിരുന്നു. എന്നിട്ട് ആ തെണ്ടി എന്നെ തേച്ച്, അത് ഇവളുടെ അറിവോടെ. അതുപോട്ടെ, മനുഷ്യനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഈ ഓർമ്മയ്ക്ക് വന്ന് ക്യൂ നിന്ന് മനുഷ്യൻ്റെ ഉറക്കം കളയും. മര്യാദക്കൊന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഞാൻ അനുഭവിക്കുന്നതിൻ്റെ പാതി പോലും ആയിട്ടില്ലെതൊന്നും. ശപിച്ച് ഭസ്മാക്കാൻ എനിക്ക് ദിവ്യശക്തിയൊന്നുമില്ല. ശപിച്ചാൽ ഏൽക്കാൻ ഞാൻ അത്ര പുണ്യാത്മാവുമല്ല. അപ്പം പിന്നെ എനിക്കോരോ ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ കൊടുക്കും. കേൾക്കുന്ന അവർക്ക് പ്രത്യേകിച്ച് സുഖമൊന്നുമില്ലെങ്കിലും പറയുന്ന എനിക്ക് ഇച്ചിരി ആശ്വാസം കിട്ടും. ഭംഗിയായി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു ആർച്ച. വിവേക് വാപൊളിച്ച് നിന്നു. പിന്നെ ഞാൻ എൻ്റെ പ്രതികാരവും സങ്കടവും കൊണ്ട് അങ്ങോട്ട് പോയില്ല. ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ബാഗും വലിച്ചിട്ട് മൂളിപ്പാട്ടും പാടി നടന്നു പോകുന്നവളെ നോക്കി മിഴിച്ചു നിന്നു വിവേക്. പാർട്ടിയും ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കറക്കമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്നാണ് ആർച്ച വീട്ടിലെത്തിയത്. ഗേറ്റ് തുറന്നപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സന്തോഷിനെ കണ്ട് അവളൊന്ന് പകച്ചു. തെളിച്ചമില്ലാത്തൊരു ചിരിയോടെ അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മോൻ ചെയ്തതിന് ക്ഷമ പറഞ്ഞാൽ മതിയാവില്ല എന്ന് എനിക്കറിയാം. ഒരാളുടെ മനസ്സ് വെച്ച് കളിക്കാൻ പാടില്ല, വലിയ തെറ്റാ. ഈ പ്രശ്നം ഇവിടെ ഇതോടെ തീരട്ടെ. മോളുണ്ടാവണം വിവാഹത്തിന്. സന്തോഷം അവിടെ തലയിൽ തൊട്ടു. പേടിക്കണ്ടെങ്കിൽ ഞാനായിട്ട് നിങ്ങളുടെ മോൻ്റെ വിവാഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ആർച്ചയുടെ മറുപടി കേട്ടതും സന്തോഷിന്റെ മുഖം വിളറി. വിവാഹ ദിവസം ആർച്ച വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് 2-3 ദിവസം വീട്ടിൽ സജീവമായിരുന്നു. ഒടുവിൽ അതിനൊരു പോം വഴി എന്ന നിലയിലാണ് സന്തോഷ് വീട്ടിൽ ചെന്ന് നേരിട്ട് അവർ വിവാഹം ക്ഷണിക്കാമെന്നും ആർച്ചയോട് സംസാരിക്കാമെന്ന് ഏറ്റത്. മോളെ, ഞാൻ അങ്ങനെയല്ല. അയാൾ എന്തോ പറയാൻ ശ്രമിച്ചു. എങ്ങനെയായാലും കിഷോറിന് എന്ത് സംഭവിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതിൻ്റെ പേരിൽ അങ്കിൾ ഇനി ഒരു സംസാരത്തിന് വരണമെന്നില്ല. ആർച്ച പുഞ്ചിരിച്ചു. സന്തോഷം മറുപടിയില്ലാതെ നിന്നുപോയി. പിന്നെ തലകുനിച്ച് നടന്ന് നീങ്ങി. അച്ഛൻ്റെ ഓസ്കാറല്ലേ ഉള്ളിൽ? ആർച്ച സിറ്റൗട്ടിലേക്ക് കയറി. ഓസ്കാറോ? കൃഷ്ണകുമാർ കണ്ണുമിഴിച്ച് നിന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിന് അഭിനയിച്ച് കിട്ടിയ കുഞ്ഞു ട്രോഫി. കൃഷ്ണകുമാർ പതിയെ തലോടി. എടുത്തുകൊണ്ട് പോയി ആ പഴയ കൂട്ടുകാരന് കൊടുക്ക്. അന്ന് അച്ഛന് പകരം പുള്ളിയായിരുന്നു വേണ്ടത്. ഒരു പൊടിക്കൊന്ന് മാറിപ്പോയതാ. ആർച്ച സന്തോഷമായ വഴിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. ഗേറ്റിനടുത്ത് നിന്ന് എത്തി നോക്കി. സിറ്റ് ഔട്ടിൽ ആരെയും കാണാത്തതുകൊണ്ട് ആർച്ച ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി. മുകളിൽ നിന്ന് ജനലിലൂടെ അവളെ കണ്ട ഭരത്തിന്റെ മിഴികൾ വിടർന്നു. മുഖത്തൊരു ചിരി നിറഞ്ഞു. കിച്ചുവിന്റെയും കീർത്തിയുടെയും വിവാഹമാണിന്ന്. അച്ഛമ്മക്ക് വയ്യാത്തതുകൊണ്ട് കൃഷ്ണകുമാറും ജയശ്രീയും വന്നില്ല. പത്മ പോകുന്നതുകൊണ്ട് ആർച്ച പത്മയുടെ കൂടെ പോവാനാണ് തീരുമാനിച്ചത്. കിച്ചുവിന്റെ വീടിന് നേർക്ക് ആർച്ചയും നോക്കി. ആളും ബഹളുമൊക്കെയാണ്. മിഴികൾ പിൻവലിച്ച് അവൾ ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലിൽ ശബ്ദം കേട്ട് വന്ന് വാതിൽ തുറന്ന പത്മ മുന്നിൽ നിൽക്കുന്ന ആർച്ചയെ കണ്ട് കണ്ണുകൾ വിടർത്തി നോക്കി. പത്മ 2 വള കയ്യിലേക്കിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ. കണ്ണിൽ നിന്ന് ഇത്തിരി കരിമശി അവളുടെ ചെവിയുടെ പുറകിൽ തൊട്ട് പത്മ കണ്ണു ചിമ്മി. അല്ലേലും ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നേ. എപ്പോഴും ഇങ്ങനെ നടന്ന സുന്ദരിയാണെന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ബോറടിക്കും. ഇതിപ്പോൾ പറയുന്നവർക്കൊരു സന്തോഷവും കേൾക്കുന്ന എനിക്കൊരു മനസുഖം. ആർച്ച കുസൃതിയോടെ പറഞ്ഞ് ചിരിച്ചു. വൈറ്റിൽ പിങ്ക് ബോർഡറുള്ള ഡിസൈനർ സാരിയിൽ ചുരുണ്ട മുടി ലൂസ് ബൺ ചെയ്ത് കാതിൽ ഫ്ലോറൽ ഡിസൈനുള്ള വലിയ കമ്പിളിട്ട് നിൽക്കുന്ന ആർച്ചയെ അവരൊന്ന് മൊത്തത്തിൽ നോക്കി. പത്മ കൈകൊണ്ട് ഒഴിഞ്ഞു. വള വേണ്ടേ? പത്മ ചോദിച്ചു. വലത് കൈയിൽ വാച്ചുണ്ട്, മറുകൈ ഫ്രീ ആണ്. വേണ്ട. മുകളിൽ നിന്ന് ശബ്ദം മാത്രം വന്നു. പത്മ ചിരിയോടെ മുകളിലേക്ക് നോക്കി. ആർച്ച കണ്ണു മിഴിച്ച് നിന്നു. അച്ചമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? പത്മ അവളെ നോക്കി. വേദന പറഞ്ഞു. എന്നാലും ഒന്ന് ഹോസ്പിറ്റൽ പോയി വരാമെന്ന് പറഞ്ഞാലും കേൾക്കില്ല. നീ ഇന്നലെ തേങ്ങ പെറുക്കിടാൻ പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞാൽ കേട്ടില്ല. എന്നിട്ട് എന്തായി? തേങ്ങയും കൊണ്ട് നിരങ്ങി വീണ് കാലിൽ വേദനയും തുടങ്ങി. സോഫയിലേക്ക് ഇരുന്ന ആർച്ച ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. അങ്കിളും ശരത്തിനും ഗ്രീഷ്മയെ ചിന്തി ആൻറ്റി. അവൾ പെട്ടെന്ന് തലയുയർത്തി ചുറ്റും നോക്കി. അങ്കിൾ പുറത്തേക്ക് പോയി. ഗ്രീഷ്മയും ശരത്തും നിനക്ക് എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. ഞാനിപ്പോൾ വരാം. പത്മ എന്തോ ഓർത്ത പോലെ മുറിയിലേക്ക് പോയി. സർപ്രൈസോ? എനിക്കോ?
മുൻപൊരെണ്ണം കിട്ടിയതിൻ്റെ ഓർമ്മയിലൊരു നിമിഷം ആർച്ച അതിൽ തട്ടിത്തടഞ്ഞു നിന്നു. പിന്നെ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ചു. വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന കീർത്തിയുടെ ഹൽദി ഫംഗ്ഷന്റെ ഫോട്ടോസ് കാണവേ അവളുടെ കണ്ണു നിറഞ്ഞു. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനൊരു ദിവസത്തെക്കുറിച്ച്. ഇപ്പോൾ അന്ന് അതിലൊക്കെ നിറഞ്ഞിരുന്ന താനൊഴികെ ബാക്കി എല്ലാവരുമുണ്ട്. കീർത്തിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവമില്ലെന്ന് അവൾ ശ്രദ്ധിച്ചു. ഒരു ദീർഘനിശ്വാസത്തോടെ മുഖമുയർത്തി നോക്കിയതും അവളെ ഉറ്റുനോക്കി നിൽക്കുന്ന ഭരത്തിനെയാണ് കണ്ടത്. ഞൊടിയുടെ ഉള്ളിലെ കോഴികുഞ്ഞ് സടകുടഞ്ഞ് ചാടി എഴുന്നേറ്റ്. ഉള്ളിൽ തോന്നിയ അസ്വസ്ഥതയ്ക്ക് ഏതൊക്കെയോ വഴിക്ക് ചാടി ഇറങ്ങിപ്പോയി. അല്ലേലും വായ്നോട്ടത്തിനിടയിൽ എന്ത് സെന്റി. പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിരാമനാണെന്ന ബോധോദയമുണ്ടായത് എഴുന്നേറ്റ് ഓടിയ കോഴിക്കുഞ്ഞിനെ ആർച്ച ഓടിച്ചിട്ട് പിടിച്ചു. അടങ്ങിയിരിക്കും കോഴി, മാനം കളയല്ലേ. ആർച്ച വളരെ പതിയെ കോഴിയെ ഭീഷണിപ്പെടുത്തി. കോഴിയെ പിടിച്ച് കൂട്ടിലിട്ട് അവനെ നോക്കി ചുണ്ടുകൂട്ടിയൊന്ന് പൂച്ചിച്ച് കാണിച്ചു. ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു ഭരത്തും. ഇതാര്, കാവിലെ ഭഗവതിയോ? തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ഭരത്ത് അവളെ കളിയാക്കി. തോന്നിയില്ലേ? പക്ഷെ അല്ല, കാവിലെ ഭഗവതിയുടെ വകയിൽ അനിയത്തിയായിട്ട് വരും. ആർച്ച ചുണ്ടുകൂട്ടി. ആണോ? ഒരു വാളിൻ്റെ കൂടെ കുറവുണ്ടായിരുന്നു. ഞൊടിയിടയിൽ അടുത്ത ഡയലോഗ് വന്നു. ആർച്ച മുഖം കൂർപ്പിച്ചു. വെട്ടുകത്തി മതിയെങ്കിൽ ഞാനിവിടുത്തെ അടുക്കളയിൽ നിന്ന് എടുക്കാം. വാള് മാത്രമല്ല, ഒരു കയ്യിലൊരു തലയും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. എന്താ? മുന്താണിയെടുത്ത് ഇടുപ്പിൽ കുത്തിയെന്ന് ആർച്ച ചോദിക്കുന്ന കേട്ടതും ഭരത്ത് പല്ലിളിച്ച് കാണിച്ചു. ഇത്തിരി ആവേശം കൂടുതലുള്ള കൊച്ചാണേ, വേണേ വെട്ടുകത്തി എടുത്ത് വരും. എന്തിനാ ചുമ്മാ? ഉവ്വ, വരുന്ന വഴി ആ പാടത്തിറങ്ങിക്കാൻ പാടില്ലേ? കാക്ക പോലും പിന്നെ ആ വഴി വരില്ല. കാലുകൊണ്ട് മുണ്ട് തട്ടി മടക്കി കുത്തി ഗംഭീരമായി ഭരത്ത് പുച്ഛിച്ചു. ഒരു കമ്പനിക്ക് ചേട്ടൻ നിൽക്ക്, ഒരു ചട്ടിയെടുത്ത് തലയിൽ കമിഴ്ത്തിക്കോ, നല്ല രസമായിരിക്കും. ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടിയും വന്നു. ഭരത്ത് പ്ലിങ്ങി നിന്നു. അത് കേട്ടുകൊണ്ട് പത്മ വന്ന് പൊട്ടിച്ചിരിച്ചു പോയി. കൂടുതൽ വാങ്ങിച്ചു കൂട്ടാ ചെന്ന് വണ്ടി എടുക്ക് ചക്ക, ഞാൻ അടുക്കള വാതിൽ ലോക്ക് ചെയ്തിട്ട് വരാം. പത്മ അടുക്കളയിലേക്ക് നടന്നു. എന്തായാലും തന്നെ തേച്ചൻ്റെ വിവാഹത്തിനല്ലേ പോകുന്നത്, ഇത്തിരി മുല്ലപ്പൂ കൂടി വാങ്ങി വെച്ചോ, എന്നെ തിളങ്ങട്ടെ. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ഭരത് പറഞ്ഞു. എനിക്ക് വയ്യ, വാങ്ങിച്ചുകൊണ്ടെന്നാ വയ്ക്കും. ആർച്ച അതേ ടോണിൽ തിരികെ വിളിച്ചു പറഞ്ഞു. ആ, അങ്ങനെ എൻ്റെ പൊന്നുമോള് വെക്കണ്ട. അവൻ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഓ, തിരി മസിലുള്ളതിൻ്റെ അഹങ്കാരം. അവൻ്റെ പിറകെ നടക്കുന്നതിനിടയിൽ ആർച്ച പിറുപിറുത്തുകൊണ്ട് ചുണ്ടുകൂട്ടി. ടൗണിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം. പുറത്തു തന്നെ വിവേകും അനുവും ദിവ്യയും നീതുവും നിൽക്കുന്നുണ്ട്. ആർച്ച കൈയുയർത്തി കാണിച്ചു. അവർ ആർച്ചയുടെ അടുത്തേക്ക് വന്നു. ആർച്ച ഭരത്തിനെയും പത്മയെയും അവർക്ക് പരിചയപ്പെടുത്തി. വാടാ, ഉള്ളിലേക്ക് പോവാം, മുഹൂർത്താവറായല്ലോ. ദിവ്യ വാച്ചിൽ നോക്കി. നിങ്ങളെന്താ അവിടെ അടുത്തേക്ക് പോയിരുന്നേ? ഉള്ളിലേക്ക് കയറുന്നതിനിടയിൽ ആർച്ച ചോദിച്ചു. ഓ, പോയതാ. അവിടെ ഇരുന്ന് അവിടെ അമ്മയും അമ്മായിമാരും തള്ളിമറിക്കുന്ന കേട്ടിക്കാനുള്ള ശേഷിയിൽ എൻ്റെ പൊന്നെ, അതുകൊണ്ട് ഇറങ്ങിപ്പോയതിനേക്കാൾ വേഗത്തിൽ ഇറങ്ങി വന്നു. നീതു പറയുന്നത് കേട്ടതും ബാക്കി എല്ലാവരും ചിരിയടക്കി. നിനക്ക് നല്ല ഭാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ ഈ തള്ളിമറിക്കുന്ന കേട്ട് നിനക്ക് ഭ്രാന്തായി പോയേനെ. ഓ, ദിവ്യ അതും പറഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. അവളുടെ സംസാരം കേട്ട് പത്മ പൊട്ടിച്ചിരിച്ചു. ഏതാനും സമയങ്ങൾക്കുള്ളിൽ പത്മ എല്ലാവരുമായും കമ്പനിയായി. ആ മോള് കൊള്ളാം അല്ലേ ആരു? മുന്നിലൂടെ പോകുന്ന ഒരു പെൺകുട്ടിയെ കാണിച്ച് പത്മ ചോദിക്കുന്ന കേട്ട് ഭരത് അവരെ നോക്കി. കൊള്ളാം ആൻറ്റി, നല്ല ഭംഗിയുണ്ട്. ആർച്ചയും ആ കുട്ടിയെ നോക്കി മറുപടി നൽകി. നമ്മുടെ ഭരത്തിനൊന്ന് ആലോചിച്ച് നോക്കിയാലോ? പത്മ പതിയെ ചോദിച്ചു. ആൻറ്റിക്ക് ആ കുട്ടിയുടെ വല്ല മുൻവൈരാഗ്യമുണ്ടോ? മുഖത്ത് ദയനീയ ഭാവം വരുത്തി ചോദിക്കുന്ന ആർച്ചയെ കണ്ട് പത്മയ്ക്ക് ചിരി വന്നു. നീ കുശുമ്പി, അവൻ എൻ്റെ മോനാ. പത്മ അവളുടെ ചെവിയിൽ പിടിച്ചു. ആ, ഞാൻ നോക്കിയിട്ട് ആൻറ്റിക്ക് ആകെയുള്ളൊരു കുറവ് അത് മാത്രമാ. ഒരു നെടുവീർപ്പോടെ അവൾ പറഞ്ഞു. പത്മ അടക്കി പിടിച്ച ചിരിയോടെ അവളുടെ തലയിൽ കിഴുക്കി. മുന്നിലൂടെ പോകുന്ന എല്ലാ പെൺകുട്ടികളെയും ഗ്രൂപ്പായിരുന്ന് ഭരത്തിനെ ആലോചിക്കാൻ തുടങ്ങിയതോടെ എല്ലാവരെയും അവനൊന്ന് കണ്ണുരുട്ടി നോക്കി. ആരുവിനെ കുശുമ്പ് വർക്കൗട്ട് ആവുമെന്ന് നോക്കട്ടെടാ. പത്മ അവനടുത്തേക്ക് മുഖമടുപ്പിച്ച് മന്ത്രിച്ചു. എൻ്റെ പൊന്നമ്മേ. പൊന്നമ്മയോ? അല്ല, എൻ്റെ സ്വന്തം അമ്മേ. അമ്മക്കതിന് ശരിക്കും അറിയാത്തോണ്ടാ. ഈ പോക്കാണെങ്കിൽ ഈ പന്തലിൽ അവളെൻ്റെ കല്യാണം കൂടെ നടത്തും, ചുമ്മാണ്ടിരുന്നോ. അവൻ തലയിൽ കൈവച്ച്. ഇനിയെങ്ങാനും ഇവൻ പറഞ്ഞ പോലെ ചെയ്തു കളയോ എൻ്റെ ദേവി. കൂടെ നിന്നേക്കണേ, ഞാനൊരു പായസം കഴിപ്പിച്ചേക്കാം. ആർച്ച ഇടം കണ്ടിട്ട് നോക്കി പത്മ കാര്യമായി ദേവിയെ മണിയടിച്ച്. ഒന്ന് നന്നായേക്കാമെന്ന് കരുതിയാ സമ്മതിക്കരുത് കേട്ടോ. പായസമൊക്കെ കാണിച്ചെന്നെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചോണം. രാവിലത്തെ മോർണിംഗ് വാക്കിനിടയിലും പായസം എന്ന് കേട്ട ഉടനെ ദേവിയൊന്ന് എത്തി നോക്കി. കിച്ചു അനുജും വേദിയിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് പതിഞ്ഞു. ആർച്ചയും മറ്റുള്ളിലേക്ക് കയറിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കീർത്തിയും അനഘയും താരങ്ങളുടെ അകമ്പടിയോട് ആനയിക്കപ്പെട്ടു. ചുമ്മാതല്ല അവൻ നിന്നെ തേച്ചത്. ആ പെണ്ണിനെ കാണാൻ എന്ത് രസോടി.
ഭരത് അവിടെ അടുത്തേക്ക് നീങ്ങി പതിയെ പറഞ്ഞു. എന്നിട്ടെന്താ കാര്യം? അവനല്ലേ കിട്ടുന്നത്? ആ പെണ്ണിന്റെ ലൈഫ് കൂതാക്കാവ. ആർച്ചയും അതേ രീതിയിൽ പറഞ്ഞു. ഭരത് അവിടെ വലങ്കൈയുടെ ചെറുവിരൽ ഒരു വിരൽ കോർത്തു പിടിച്ചു. ആർച്ച തന്റെ കൈയിലേക്കും ഭരത്തിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. നിന്റെ വില അവൻ അറിയാൻ പോകുന്നേ ഉള്ളൂ ആരു. അവന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിരി കാണവേ അവിടെ ഉള്ളിൽ സംശയം നിറഞ്ഞു. പെട്ടെന്ന് ഹാളിലേക്ക് കയറി വന്ന ഒരു സംഘം പോലീസുകാരെ കണ്ടതും വാദ്യാഘോഷങ്ങളും ആൾക്കാരും സംസാരവും താനേ നിലച്ചു. എല്ലാവരും ചാടി എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങി. ഈ വിവാഹം നടക്കാൻ പാടില്ല, മുഴങ്ങുന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് പോലീസ് സംഘത്തിന്റെ മുമ്പിൽ യൂണിഫോമിൽ നിൽക്കുന്ന ആളെ കണ്ടതും ആർച്ചയുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വന്നു. ഗ്രീഷ്മേച്ചി! സർപ്രൈസ്! തൊട്ടരികിൽ ശബ്ദം കേട്ടതും ആർച്ച പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ശരത്തിയുടെ ഇതൊക്കെ എന്താ ഗ്രീഷ്മേച്ചി? ശരത്ത് ചുണ്ടിന് കുറുകെ കൈവച്ച് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. അതല്ലേ പറഞ്ഞ സർപ്രൈസ് ആണെന്ന്. ബാക്കി കൂടി ക്ഷമയോടെ കാണുകുട്ടി. മതിയായില്ല അല്ലേ എന്ന മട്ടിൽ ആർച്ച ദയനീയമായി അവനെ നോക്കി. ഞെട്ടി ഞെട്ടി ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് തട്ടിപ്പോവോ എന്തോ. പതിയെ തലയരിച്ച് അവൾ ഭരത്തിനെ നോക്കി. ഭരത്ത് പുരികം പോക്കി. എന്താ എന്ന ഭാവത്തിൽ അവളെയും. സത്യം പറ, നിങ്ങളൊക്കെ സുകുമാരക്കുറുപ്പിന്റെ ആരായിട്ട് വരും? ഏതോ ഭീകരജീവിയെ കണ്ടതുപോലെ തന്നെ നോക്കി ചോദിക്കുന്ന ആർച്ചയെ കണ്ടതും സന്ദർഭം പോലും നോക്കാതെ ഭരത്ത് പൊട്ടിച്ചിരിച്ചു പോയി. ഭരത്തിന്റെ ചിരികെട്ട് എല്ലാവരുടെയും ശ്രദ്ധ പെട്ടെന്ന് അവരിലേക്ക് തിരിഞ്ഞു. ഒരുവിധം ചിരി കടിച്ചു പിടിച്ച് ഭരത്ത് എല്ലാവരെയും നോക്കി. സോറി. അവൻ കൈ ഉയർത്തി ക്ഷമാപണം നടത്തി. ആർച്ച ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി. എന്താ പ്രശ്നം? കലേഷും സുധീഷും കൃത്യസമയത്ത് ചാടിപ്പിടിച്ചെത്തി. അല്ലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുക എന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അതൊക്കെ ചോദിക്കാൻ താനാരാ? ഒരു മയവില്ലാത്ത ചോദ്യം കേട്ട് ആർച്ച വാപൊളിച്ചു നിന്നു. ഇന്നലെ വരെ താൻ കണ്ട് ഇതേ ഗ്രീഷ്മേച്ചിയെ തന്നെ ആയിരുന്നില്ലേ? അത് ഞങ്ങൾ കിഷോറിന്റെ അമ്മാവന്മാരാ. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ സ്ഥലമസ്ഥേക്ക് ഗ്രീഷ്മ ശരത്. തൽക്കാലം അമ്മാമാർ ഒരു വശത്തേക്ക് മാറിക്കണം. ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കരുത്. ഗിരീഷ്മ വേദിയിലേക്ക് ചാടിക്കയറി. ഗ്രീഷ്മ തന്നെ നേരെ വരുന്നതുകൊണ്ട് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കിച്ചു കണ്ണു വീഴ്ചയിരുന്നു. ചെന്നിയിലൂടെ വിയർപ്പ് ചാലിട്ടൊഴുകി. അവനെ കടന്ന് അനൂചിയിരിക്കുന്ന ഭാഗത്തെത്തി ഗ്രീഷ്മ അവന്റെ ഷർട്ടിന്റെ കോൾ പിടിച്ച് തൂക്കിയെടുത്തു. മുഖമടച്ചൊന്ന് പൊട്ടിച്ചു. അനൂജിന്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ചകൾ കൂടുതുറന്ന് പുറത്തേക്ക് പറന്നിറങ്ങി. ആർച്ച കവിളിൽ കൈവച്ച് അവരെ തുറിച്ചു നോക്കി. അതെ, ഇന്നലെ ഞാൻ ഗ്രീഷ്മേച്ചി ബുദ്ധൂസെന്ന് വിളിച്ച തമാശക്കാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഒരു കൈ കവിളിൽ വെച്ച് മറുകൈ കൊണ്ട് ഷർട്ടിൽ നുള്ളി പിടിച്ച് കണ്ണു തെറിപ്പിച്ച് പറയുന്ന ആർച്ചയെ കണ്ടതും ഭരത്തിന് വീണ്ടും ചിരി വന്നു. അവൻ വാ പൊത്തി പിടിച്ചിരിച്ചു. ഏയ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അനൂജിന്റെ കൂട്ടത്തിൽ വന്ന ഒരാൾ ശബ്ദമുയർത്തി. നിങ്ങളാരാ? ഗ്രീഷ്മ തിരിഞ്ഞെന്ന് ചോദിച്ചു. ഞാനിവന്റെ അമ്മാവൻ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്തടി ആൾക്ക് കിട്ടിയിരുന്നു. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത അനാഥനായ അനൂജ് എന്ന ആനന്ദിന് 10-30 കൊല്ലം ഇല്ലാതിരുന്ന അമ്മാവന് ഏത് വകയിലാണ് അവിടെ ഉണ്ടായത്? ഗ്രീഷ്മയുടെ ഒരൊറ്റ അലർച്ചയിൽ അയാൾ വിളറി വെളുത്ത് നിന്നു. ഗ്രീഷ്മ ആംഗ്യം കാണിച്ചും അയാളെ കോൺസ്റ്റബിൾ തൂക്കിയെടുത്തുകൊണ്ട് പോയി. അതിഥികൾക്കിടയിൽ മുറുമുറുപ്പ് ഉയർന്നു. ലേഡി കോൺസ്റ്റബിൾസ് വേദിയിലേക്ക് കയറി അനഘയുടെ ഇരുവശത്ത് നിലയുറപ്പിച്ചു. ഈ നിൽക്കുന്ന അനൂജ് എന്ന കള്ളപ്പേരിൽ വന്ന ആനന്ദ് വിവിധ സ്ഥലങ്ങളിൽ വിവാഹ തട്ടിപ്പ് നടത്തിയ ഒരാളാ. ഈ ഇരിക്കുന്ന അനഘ എന്ന പേരിൽ നിങ്ങളെ പരിചയപ്പെട്ട സാക്ഷി ഇയാളുടെ സഹോദരിയല്ല, ഭാര്യ. ഇവരുടെ പേരിൽ വിവിധ സ്റ്റേഷനുകൾ പരാതികൾ നിലവിലുണ്ട്. ഗ്രീഷ്മയുടെ വെളിപ്പെടുത്തൽ കിച്ചു ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിന്നു. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഗ്രീഷ്മ അതിഥികൾക്കിടയിലേക്ക് നോക്കി. കൂടിയുന്നവരുടെ ഇടയിൽ നിന്ന് പുറകിലേക്ക് പതിയെ നീങ്ങാൻ ശ്രമിച്ച രണ്ടുപേരെയും ശരത്തും ഭരത്തും ഒരൊറ്റ കുതിപ്പിനെ തടഞ്ഞു നിർത്തി. ഗ്രീഷ്മ കൂടെയുള്ള പോലീസുകാരെ നോക്കി. അവർ ചെന്ന് രണ്ടുപേരെയും പിടിച്ച് എല്ലാവരെയും മുമ്പിൽ നിർത്തിച്ചു. കിച്ചു അവരുടെ മുഖം ഓർത്തെടുത്തു. ധ്യാനും നിഹാരികയും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ അനഘ പലപ്പോഴായി ഫോട്ടോ കാണിച്ചിരുന്നു. രണ്ടുപേരും ഇപ്പോൾ വിദേശത്താണെന്നും ധ്യാൻ നാട്ടിലും വിദേശത്തുമായി ബിസിനസ് ഉണ്ടെന്നും വിവാഹത്തിന് എത്തുമെന്നും പറഞ്ഞത് അവൻ ഓർത്തു. എല്ലാം കള്ളമായിരുന്നല്ലേ? കാനഡ ജോലി. കിച്ചുവിന് തലയിലൊരു പെരുപ്പ് കയറി. അവന്റെ മനസ്സിലേക്ക് ആർച്ചയുടെ മുഖം ഇരച്ചു കയറി വന്നു. അനഘയുടെയും. സൗന്ദര്യം, സിൽക്ക് മുടി, ജോലി, എന്തൊക്കെ ആയിരുന്നു? കിച്ചു തലയിൽ കൈവച്ചിരുന്നു. ഈ 4 പേരും കൂടിയാ ഈ തട്ടിപ്പ് നടത്തുന്നത്. ഈ നിൽക്കുന്ന 2 പേരെ മാത്രം പിടിച്ചാ ബാക്കി 2 പേര് രക്ഷപ്പെട്ടു പോകുന്ന അറിയാവുന്നതുകൊണ്ടാ സ്ഥലത്തില്ലാതിരുന്ന ഇവർ 2 പേരും ഇവിടെ എത്തുന്നവരെ കാത്തിരുന്ന്. ഗ്രീഷ്മ അവരെ ചൂണ്ടി പറഞ്ഞു. ആ പെണ്ണിന്റെ കൂട്ടുകൂടി വിവാഹം മുടക്കാൻ നോക്കിയാറുണ്ടല്ലോ. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇവിടെ വന്ന് തെമ്മാടിത്തരം കാണിക്കരുത്. കലേഷ് വീണ്ടും ചാടി വീണു. ഇത്തവണ ഗ്രീഷ്മയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. ഒരു തവണ നല്ല ഭാഷയിൽ ഞാൻ തന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. താൻ ചോദിച്ച തെളിവ് സഹിതം ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാരെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിൽക്കുന്ന സന്തോഷ് സാറിനും സതീഷ് സാറിനും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ഇതിനൊക്കെ സഹായിച്ച അവര് തന്നെയാ. ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിച്ചാൽ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. ഗ്രീഷ്മ അയാൾക്ക് നേരെ ചീറി.
നിങ്ങൾ അങ്ങനെ പേടിപ്പിക്കണ്ട. ഇതൊക്കെ ചടങ്ങ് മുടക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണെങ്കിലോ? ഇതിനു മുമ്പ് എന്റെ മോനെ വീട്ടിൽ കയറി ആക്രമിച്ചവളാ ആ പെണ്ണ്. കവിത മുന്നോട്ട് ചാടി വന്ന് ചീറി. ഗ്രീഷ്മ ചുറ്റും നോക്കി. എങ്കിൽ വിവാഹം മുടങ്ങുന്ന അവസ്ഥയിൽ ചോദിച്ച പണം കൊടുത്ത് പെണ്ണിന്റെ ഇഷ്ടം പോലും നോക്കാതെ അവളെ വിൽക്കാൻ നോക്കിയ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുവാ. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. മേഡം ചെന്ന് പുറത്ത് വണ്ടി കയറി ഇരിക്കുക. ഗ്രീഷ്മ കൈകൾ കെട്ടിയെന്ന് പറഞ്ഞതും കവിത വിളറി വെളുത്ത് നിന്നു. വെറുതെ ചെന്ന് ചോദിച്ചു വാങ്ങിച്ചു എന്ന ചിന്തയോടെ കവിത താളം ചവിട്ടി നിന്നു. ഇതൊക്കെ കണ്ട് മാസ് BGM ഇട്ട് നീട്ടിയെന്ന് വിസിലടിക്കാൻ തോന്നിയെങ്കിലും വിസിലടിച്ചാൽ കാറ്റ് മാത്രമേ വരുള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് ആർച്ച അടങ്ങി നിന്നു. ഗ്രീഷ്മയുടെ ഒരൊറ്റ ഭീഷണി കലേഷും കവിതയും കാറ്റ് പോലെ ബലൂൺ പോലെ നിന്നു. സുധീഷ് ഏതാണ്ട് അതേ അവസ്ഥയിൽ. കവിത സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ബോധം കെട്ട് വീഴണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. വീഴണമെന്നുണ്ട്. ബ്ലഡി തലച്ചോർ. ആവശ്യത്തിന് കാലുവാരും. ആവശ്യമില്ലാത്തപ്പോൾ വേണമെങ്കിൽ കൃത്യമായിട്ട് വീഴുകയും ചെയ്യും. ഇനിയോ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലേ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. അനൂജിനെയും സംഘത്തെയും പോലീസ് പുറത്തേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിൽ തന്നെ നോക്കി മിഴിച്ചേൽക്കുന്ന ആർച്ചയെ കണ്ട് ഗ്രീഷ്മ കണ്ണിറുക്കി ചിരിച്ചു. ആർച്ച മുഖം വീർപ്പിച്ച് കാണിച്ചു.